വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ ഹോമോഫോൺസിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. എന്താണ് ഹോമോഫോൺസ് നോക്കാം. ഹോമോഫോൺസ് ആർ വേർഡ്സ് ദാറ്റ് സൗണ്ട് ദ സെയിം ബട്ട് ഹാവ് ഡിഫറെന്റ് മീനിങ് ആൻഡ് സ്പെല്ലിങ്സ്. ഹോമോഫോൺസ് എന്ന് വെച്ചാൽ ഒരേ സൗണ്ട് ഉള്ള വേർഡ്സ്, എന്നാൽ അതിൻ്റെ മീനിങ്ങിലും ഡിഫറെൻ്റ് ഉണ്ട്, സ്പെല്ലിങ്ങിലും ഡിഫറെൻ്റ് ഉണ്ട്. അങ്ങനെ കുറേ വേർഡുകൾ ഉണ്ട് ഇംഗ്ലീഷിൽ. അത് ഏതൊക്കെയാന്ന് നോക്കാം. സി എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ, കുറച്ച് എക്സാമ്പിൾ. ഇപ്പൊ സി എന്ന് പറയുമ്പോൾ രണ്ട് വേർഡ് ഉണ്ട്. SEECU ഉണ്ട്, SEACU ഉണ്ട്. ഇത് മീനിങ് നോക്കുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആണ്, സ്പെല്ലിംഗ് നോക്കുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആണ്. പക്ഷെ പറയപ്പെടുന്ന പ്രൊനൗൺസിയേഷൻ സെയിം ആണ്, അതായത് സൗണ്ട് സെയിം ആണ്. ഹിയർ എന്ന് പറയുന്നതും HEAR ഹിയറും ഉണ്ട്, HERE ഹിയറും ഉണ്ട്. ന്യൂ എന്ന് പറഞ്ഞാൽ KNEW ന്യൂ അതൊരു വേർഡ്, NEW ന്യൂ അതൊരു വേർഡ്. ഡൈ DIE ഡൈ, അതേപോലെ DYE ഡൈ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വേർഡുകൾക്കാണ് ഹോമോഫോൺസ് എന്ന് പറയുക. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ അതിന്റെ ഓരോന്നിന്റെയും അർത്ഥം, സ്പെല്ലിങ്ങിലുള്ള ഡിഫറൻസ് ഒക്കെ മനസ്സിലാക്കണം. അപ്പോഴേ നിങ്ങൾക്ക് അതൊരു സെന്റൻസിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പ്രൊനൗൺസിയേഷൻ സെയിം ആണ്, അതായത് സൗണ്ട് സെയിം ആണ്, പക്ഷെ സ്പെല്ലിങ്ങിൽ വ്യത്യാസമുണ്ട്, മീനിങ്ങിലും വ്യത്യാസമുണ്ട്. ഇതാണ് ഹോമോഫോൺസ്. ഇതൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷ് വൊക്കാബുലറിയാണ് ഇൻക്രീസ് ആവുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. എന്താണെന്ന് കൂടുതലായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. ഹോമോഫോൺസ് എക്സാമ്പിൾസ്, നിറയെ എക്സാമ്പിളിലൂടെ മാത്രമേ നമുക്ക് അതിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ വേർഡ്സുകളെല്ലാം തന്നെ ശ്രദ്ധിക്കുക. ആൻഡ് ആ ഒരു സൗണ്ടിൽ രണ്ട് വേർഡ് ഉണ്ട്, AUNT ഉണ്ട് ആൻഡ് ANT ഉണ്ട്. രണ്ടും ഡിഫറെന്റ് മീനിങ് ആണ്, സ്പെല്ലിങ്ങിലും ഡിഫറെന്റ് ഉണ്ട്, പക്ഷെ സൗണ്ട് മാത്രം സെയിം ആണ്. AUNT ആൻഡ് എന്ന് പറഞ്ഞാൽ ആൻറ്റി എന്നർത്ഥം വരുന്ന വേർഡ്. ANT എന്ന് പറയുന്നത് ഒരു ഇൻസെക്ട്, ഉറുമ്പ്. ബെർത്ത് എന്ന് പറയുന്നതിലും രണ്ട് വേർഡ് ഉണ്ട്. BERTH ബെർത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ട്രെയിനിലൊക്കെ ഉള്ള സ്ലീപ്പിംഗ് പ്ലേസ്, ആ ഒരു ബെർത്ത് ബുക്ക് ചെയ്ത് പോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ BIRTH ബെർത്ത് എന്ന് പറയുന്നത് ജനനം. ബ്രേക്ക് എന്നുള്ളതിലും രണ്ട് വേർഡ് ഉണ്ട്. BRAKE ബ്രേക്ക് എന്ന് പറയുന്നത് വെഹിക്കിൾസിലൊക്കെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്, BRAKE ബ്രേക്ക്. എന്നാൽ BREAK ബ്രേക്ക് എന്ന് പറയുന്നത് മുറിക്കുക, അല്ലെങ്കിൽ ഫിലിമിൻ്റെ ഇടയിലൊക്കെ വരുന്ന ബ്രേക്ക്, സ്കൂളുകളിലൊക്കെ വരുന്ന ലഞ്ച് ബ്രേക്ക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതാണ് BREAK ബ്രേക്ക്. ക്യാരറ്റ് എന്ന് പറഞ്ഞാലും രണ്ട് വേർഡ് ഉണ്ട് അതിന്, ആ സൗണ്ടിൽ, ആ പ്രൊനൗൺസിയേഷനിൽ. ക്യാരറ്റ് എന്ന് പറയുന്നത് CARROT എന്ന് പറയുന്നത് ഒരു വെജിറ്റബിൾ ആണ്. എന്നാൽ CARAT എന്ന് പറയുന്നത് ഗോൾഡിന്റെ യൂണിറ്റ് ഓഫ് വെയിറ്റ് ആണ്. 22 ക്യാരറ്റ് ഗോൾഡ് എന്നൊക്കെ പറയും. അത് CARAT ആണത്. സെൽ എന്ന് പറയുന്നത് CLL സെല്ലും ഉണ്ട്, SELL സെല്ലും ഉണ്ട്. അതിൽ CLL സെൽ എന്ന് പറയുന്നത് റിലേറ്റഡ് ടു പ്രിസൺ ആണ്, പ്രിസണിൽ ഓരോ സെല്ലുകൾ. എന്നാൽ SELL സെൽ എന്ന് പറയുന്നത് വിൽക്കുക. ഡയറി, അതും രണ്ട് വേർഡ് ഉണ്ട്. DAIRY ഡയറി ഉണ്ട്, DIARY ഡയറി ഉണ്ട്. അതിൽ DAI ആണെങ്കിൽ, DAIRY ആണെങ്കിൽ അത് ഡയറി പ്രോഡക്ട്സ്, മിൽക്ക് പ്രോഡക്ട്സിന് പറയുന്നതാണ്. എന്നാൽ DIARY എന്ന് പറയുന്ന ഡയറി, ഇപ്പൊ ഡയറി എഴുതുന്ന സ്വഭാവം എനിക്കുണ്ട്, അങ്ങനെയൊക്കെയുള്ള ചിലർ പറയാറുണ്ട്. ഇപ്പൊ ന്യൂ ഇയർ ആയ ഓരോ വർഷത്തെയും ഡയറി ഇറങ്ങും, അതാണ് DIARY. ഡെസേർട്ട് എന്ന് പറയുന്നതിലും രണ്ട് വേർഡ് ഉണ്ട്. DESERT ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ മരുഭൂമി. എന്നാൽ DSSERT എന്ന് പറയുന്ന ഡെസേർട്ട് ഒരു സ്നാക്സ് ഐറ്റം പോലെ സ്വീറ്റ് ആണ്. ഇപ്പൊ രണ്ട് മെയിൻ ആഹാരത്തിൻ്റെ ഇടയിൽ ഇടയ്ക്ക് നമ്മൾ കഴിക്കുന്ന ആ ഒരു ചെറിയ സ്വീറ്റ് പറയുന്നത് ഡെസേർട്ട്. ഡൈ എന്ന് പറയുന്നതും അതുപോലെ രണ്ട് വേർഡ് ഉണ്ട്. DIE എന്ന് പറയുന്ന ഡൈ മരണത്തിനെ സൂചിപ്പിക്കുന്നു. എന്നാൽ DYE എന്ന് പറയുന്ന ഡൈ കളറിംഗ് ആണ്, കളർ, ഹെയർ ഡൈ. ഹിയർ അതുപോലെ തന്നെ രണ്ട് വേർഡ് ഉണ്ട്. HEAR ഹിയർ എന്ന് പറയുന്നത് കേൾക്കുക എന്നൊക്കെ പറയുന്നത്. എന്നാൽ HERE ഹിയർ എന്ന് പറയുന്നത് ഇവിടെ, യുവർ ബുക്ക് ഈസ് ഹിയർ, തൻ്റെ ബുക്ക് ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്, ഹിയർ. ഹോൾ എന്ന് പറയുന്നതും HOLE ഹോൾ എന്ന് പറയുന്നത് ദ്വാരം, WHOLE എന്ന് പറയുന്നത് മുഴുവനും,
ഐ നീഡ് ദാറ്റ് ഹോൾ കേക്ക്, എനിക്ക് ആ ഫുൾ കേക്കും വേണം എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെ നിറയെ ഹോമോഫോൺസിനെ മനസ്സിലാക്കണം. മെയ്ഡ് എന്ന് പറയുമ്പോൾ മെയ്ഡ് എന്ന് പറയുന്നത് മേക്കിന്റെ പാസ്റ്റ് ടെൻസ് ആയ മെയ്ഡ്. എന്നാൽ MAID എന്ന് പറയുന്ന മെയ്ഡ് ഫീമെയിൽ സെർവൻറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. മീറ്റ് എന്ന് പറയുന്നതും MEAT മീറ്റ് എന്ന് പറയുന്നത് മാംസാഹാരത്തിനെ ഉദ്ദേശിക്കുന്നു. എന്നാൽ MEET എന്ന് പറയുന്ന മീറ്റ് കാണുക. ഐ ആം ഗോയിങ് ടു മീറ്റ് മൈ ഫ്രണ്ട്, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകുന്നു, മീറ്റ് ചെയ്യാൻ പോകുന്നു. വൺ ONE വണ്ണും ഉണ്ട്, WON വണ്ണും ഉണ്ട്. വൺ എന്ന് കേൾക്കുമ്പോൾ രണ്ടും സെയിം പ്രൊനൗൺസിയേഷൻ ആണ്, പക്ഷേ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. വൺ എന്ന് പറയുന്നത് നമ്പർ 1, 1 2 3 എന്നുള്ളത് വൺ. എന്നാൽ WON വൺ എന്ന് പറയുന്നത് വീനിന്റെ പാസ്റ്റ് ടെൻസ്. പീസ്, അതും PEACE പീസ് ആണ്, സമാധാനം. PIECE പീസ് എന്ന് പറഞ്ഞാൽ കഷ്ണം, എ പാർട്ട്. പ്ലെയിൻ എന്ന് പറയുമ്പോഴും PLAIN പ്ലെയിൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ളത്, അതൊരു പ്ലെയിൻ ഷർട്ടാണ്, അതായത് ഡിസൈൻ ഒന്നുമില്ല. എന്നാൽ PLANE പ്ലെയിൻ എന്ന് പറയുന്നത് എയ്റോപ്ലെയിൻ ആണ്, അതൊരു വെഹിക്കിൾ ആണ്. റൈറ്റ്, RIGHT റൈറ്റ് ആണെങ്കിൽ അത് കറക്റ്റ് ആണ് എന്നുള്ള അർത്ഥം വരുന്നു. എന്നാൽ WRITE റൈറ്റ് ആണെങ്കിൽ അത് എഴുതുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. സൺ, SON സൺ ആണെങ്കിൽ എന്താണ്? മകൻ. SUN സൺ ആണെങ്കിലോ അത് സൂര്യൻ. ടു, TWO2 എന്ന് പറഞ്ഞാൽ നമ്പറിൽ പെടുന്നു. 1 2 3, അതിലത്തെ TWO2 എന്ന് പറഞ്ഞാൽ 2. എന്നാൽ 2 എന്നുള്ളൊരു വേർഡും കൂടി ഉണ്ട്, അതിനർത്ഥം അതും അല്ലെങ്കിൽ എക്സസീവ് എന്നർത്ഥം വരുന്നവ. ഐ നീഡ് ദാറ്റ് ബുക്ക് ടു എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ബുക്കും കൂടി വേണം എന്നർത്ഥം വരുന്നു. ബൈ എന്ന് പറയുന്നതും BY, ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ്. എന്നാൽ BUY ആണെങ്കിൽ അത് വാങ്ങുക എന്നർത്ഥം വരുന്ന വേർഡാണ്. അവർ എന്ന് പറയുന്നതും OUR അവർ എന്ന് പറയുന്നതും HOUR അവർ എന്ന് പറയുന്ന പ്രൊനൗൺസിയേഷൻ ഒന്നാണ്. എന്നാൽ സ്പെല്ലിങ്ങിലും മീനിങ്ങിലും വ്യത്യാസമുണ്ട്. എന്തൊക്കെയാണത്? അവർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, ദാറ്റ് ഈസ് അവർ ടീച്ചർ, അത് ഞങ്ങളുടെ ടീച്ചറാകുന്നു. അവർ എന്ന് പറഞ്ഞാൽ HOUR അവർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് ടൈം ആണ്, 1 മണിക്കൂർ, 1 അവർ എന്നൊക്കെ പറയും. അങ്ങനെ ഇനി കൂടുതൽ എക്സാമ്പിൾ നോക്കാം. നോ, അത് നോട്ട് എന്നർത്ഥം വരുന്ന നോ, അതേതാണ്? NO. എന്നാൽ KNOW എന്ന് പറയുന്ന നോ എന്താണ്? അറിയുക, ഐ നോ ദ ആൻസർ. സൈറ്റ്, കാഴ്ച, വിഷൻ എന്ന് പറയുന്ന SIGHT സൈറ്റ്. എന്നാൽ SITE സൈറ്റ് എന്ന് പറഞ്ഞാൽ പ്ലോട്ട്, സൈറ്റ് നമ്പർ എന്നതാണ് എന്നൊക്കെ പറയുന്ന അർത്ഥത്തിലുള്ള സൈറ്റ്, SITE. വെതർ എന്ന് പറയുന്നത് ഒരു ക്ലൈമറ്റിനെ സൂചിപ്പിക്കുന്നതാണ്, WEATHER വെതർ. എന്നാൽ വെതർ എന്ന് പറയുന്ന വേറൊരു ക്വസ്റ്റ്യനിലൊക്കെ ഉപയോഗിക്കുന്ന ഡൗട്ടിനെയൊക്കെ സൂചിപ്പിക്കുന്ന വെതർ, അത് WHETHER ആണ്. ഫ്ലവർ, പൂക്കളെ, FLOWER ഫ്ലവർ ആണത്. എന്നാൽ FLOUR ഫ്ലവർ എന്ന് പറയുന്നത് അത് വീറ്റ് ഫ്ലവർ, റൈസ് ഫ്ലവർ, കോൺ ഫ്ലവർ എന്നൊക്കെ പറയുന്ന മാവ് വിഭാഗം, ഗോതമ്പ് പൊടി, അരിപ്പൊടി എന്നൊക്കെ പറയും, അതാണ് ഫ്ലോർ. ഫ്ലവർ, അതിന് ഫ്ലവർ തന്നെയാണ് പറയുക. വീറ്റ് ഫ്ലവർ, റൈസ് ഫ്ലവർ, കോൺ ഫ്ലവർ. വീക്ക് എന്നുള്ളതും WEEK വീക്ക് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ പറയും 1 വീക്ക്, ആഴ്ച. എന്നാൽ WEAK വീക്ക് എന്ന് പറയുന്നത് ടയേർഡായി കാണപ്പെടുന്നതിനാണ് വീക്ക്. എന്താണ് നീ ഇത്ര വീക്കായിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഐസ്, അതും ഹോമോഫോൺസിൽ പെട്ടതാണ്. EYES ഐസും ഉണ്ട്, ICE ഐസും ഉണ്ട്, അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. HOUR അവർ ഉണ്ട്, OUR അവരും ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പ്രൈസ് എന്ന് പറയുന്നത് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ, അതാണ് PRIZE. എന്നാൽ PRICE പ്രൈസ് എന്ന് പറഞ്ഞാൽ വില, ദ പ്രൈസ് ഓഫ് വെജിറ്റബിൾ ഈസ് വെരി ഹൈ. പ്രൈസ് വില, വെജിറ്റബിളിന്റെ വില കൂടുന്നു, സാധനങ്ങളുടെ വില കൂടുന്നു, അതാണ് PRICE.
റൂട്ട് എന്ന് പറയുന്നതും രണ്ട് ഉണ്ട്. ROOT റൂട്ടും ഉണ്ട്, വേര്. എന്നാൽ ROUT റൂട്ട് എന്ന് പറയുന്നത് പാത, വഴി. എൻ്റെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു തരൂ എന്നൊക്കെ പറയുമ്പോൾ അതാണ് ROUTE റൂട്ട്. ഇങ്ങനെ നിറയെ എക്സാമ്പിൾസ് നിങ്ങൾ മനസ്സിലാക്കണം. എക്സസൈസ് നോക്കുക. The number dash comes after 1 and before 3. ഇതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. 2 TWO ആണോ TOO എന്നാണോ? Me too. I want to go home. അപ്പൊ കൂട്ടുകാരി പറയും me too, ഞാനും ആഗ്രഹിക്കുന്നു. ഞാൻ വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ me too എന്ന് പറഞ്ഞാൽ ഞാനും. അങ്ങനെ വരുന്ന ആ ഒരു അർത്ഥത്തിലാണ് 2 എന്ന് വരുന്നത്. അപ്പൊ ഇവിടെ ഏത് 2 ആണ് വരേണ്ടത്? 1 ശേഷവും 3 മുൻപും ഉള്ള ആ നമ്പറിന് പറയുന്ന പേരെന്താണ്? 2 ആണ്. അത് ഏതാണ്? TWO2 ആണോ TOO2 ആണോ? TWO2. വെജിറ്റേറിയൻ ഡോണ്ട് ഈറ്റ് ഡാഷ് മീറ്റ്. വെജിറ്റേറിയൻ ഒന്നും മാംസം കഴിക്കാറില്ല. അതിലേതാണ്? MEET ആണോ MEAT ആണോ? MEAT. Vegetarian don't eat meat. The recipe needs 1 cup of wheat flour. ഇതിലേതാണ്? ഈ റെസിപ്പിക്ക് 1 കപ്പ് ഗോതമ്പ് മാവ് ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഈ സെന്റൻസിൽ ഏതാണ്? FLOWER ആണോ FLOUR ആണോ? FLOUR. This recipe needs 1 cup of wheat flour. Nitin bought a dash cricket bat. ഇവിടെ ഏതാണ്? ന്യൂ, പുതിയ ക്രിക്കറ്റ് ബാറ്റ് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ ഇതിൽ ഏത് ന്യൂ ആണ് വരിക? NEW ആണോ KNEW ആണോ? NEW, ന്യൂ, പുതിയ. His dash is presently in the military. അയാളുടെ മകൻ ഇപ്പൊ പ്രസന്റ്ലി മിലിറ്ററിയിലാണ് എന്ന് പറയുമ്പോൾ ഏതാണ് സൺ? മകൻ എന്നർത്ഥം വരുന്ന സൺ ഏതാണ്? SUN സൺ ആണോ SON സൺ ആണോ? SON സൺ ആണ് മകൻ. മറ്റേ സണ്ണ് സൂര്യനാണ്, SUN. His son is presently in the military. ഇങ്ങനെ കുറെ എക്സാമ്പിൾ നോക്കണം.